ശ്രീ ചാർലി പോൾ, ഇപ്പോൾ സി മലയാളം ന്യൂസ് പുറത്തു വിടുന്ന കണക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ പിടിച്ചെടുത്ത MDMA കഞ്ചാവിൻ്റെയും കണക്കുകളാണ്. ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത് 13 കിലോ MDMA, അതേപോലെ തന്നെ 1874 കിലോയ്ക്ക് മുകളിലുള്ള കഞ്ചാവുമാണ്. അറസ്റ്റിലായവരുടെ എണ്ണം 22,000-ലേറെ. 30 കോടി രൂപ വരുന്ന ലഹരി വസ്തുക്കളും അടക്കമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെയാണ് ഇപ്പോൾ ഇത്രയും, അതായത് 2024 ആരംഭിച്ച ഓപ്പറേഷൻ ഡി ഹണ്ടാണ് 2025 ആകുമ്പോൾ കണക്കുകളാണ് വിടുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്, അതേപോലെ തന്നെ ഈ അനധികൃതമായിട്ട് ഈ നമുക്കറിയാം ഇവരൊക്കെ കാരിയേഴ്സ് മാത്രമാണ്. ഇതിന് പിന്നിലുള്ള വലിയൊരു ശൃംഖലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിലേക്കൊക്കെ എത്തേണ്ടതായിട്ടുമുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ പ്രവർത്തനത്തെയൊക്കെ നോക്കിക്കാണുന്നത്? നമ്മളെത്ര ഭയാനകമാണെന്ന് ഉള്ളതിന്റെ കണക്കുകളാണ് പുറത്തു വന്നേക്കുന്നത്. 2019 ആണെങ്കിൽ 1690 കിലോഗ്രാം ആണെങ്കിൽ ഇന്ന് 2024 3879 കിലോഗ്രാം കഞ്ചാവ് പിടിക്കുന്ന സ്ഥിതിക്ക് വന്നു. 2019 കണക്ക് 0.24 kg ആണ്. നിസ്സാരമാണ്. ഇന്നത് 24.71 കിലോയിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭയാനകമായ ഒരു കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലേക്കാണ് MDMA ഉപയോഗിക്കപ്പെടുന്നത്. അതൊക്കെ ഒരു ഗ്രാമിൽ താഴെ ഉപയോഗിച്ചാൽ പോലും ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയിലാണ് ഏതാണ്ട് 24 കിലോയോളം MDMA ഒരു വർഷം കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഭയാനകമായ കണക്ക് പുറത്തു വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പഞ്ചാബായിരുന്നു 1-ാം സ്ഥാനത്തെങ്കിൽ അതിനൊക്കെ മറികടന്ന് കേരളം 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. സംഘടിതമായ പ്രവർത്തനങ്ങൾ പോലീസ്, എക്സൈസ് എല്ലാവരും കൂടി നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ റൂട്ടിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പോലീസിന്റെ ഒക്കെ പദ്ധതിയുമായി സഹകരിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അവരുടെ കൊച്ചി സിറ്റി പോലീസ് ആണ് ഈ ഉദയം എന്ന പേരിൽ ഒരു പദ്ധതി നടത്തുന്നുണ്ട്. കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് ഇതിനൊരു അപ്രോച്ച് നടത്തുന്നുണ്ട്. വെറും ഒരു ബോധവൽക്കരണ തലം പോരാ. ഈ നമ്മൾ ബ്രെയിനിന്റെ എല്ലാ ഭാഗങ്ങളെയും അത് ബാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ശാസ്ത്രീയ പരിശീലനമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ മറ്റൊരു തലം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത് ബ്രെയിനിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളെയും ബാധിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു തലമുണ്ട്. അത് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയവും രണ്ടാമത്തെ കാര്യം ഈ സൈക്കോളജിക്കൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് പ്രൈമറി ഡ്രഗ് യൂസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുട്ടികളുടെ സമ്മർദ്ദം കൊണ്ടോ ജിജ്ഞാസ കൊണ്ടോ അങ്ങനെ ഒരു കൗതുകത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന തലമായിരിക്കും. പക്ഷെ സെക്കൻഡറി ഡ്രഗ് യൂസ് എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അത് മനഃശാസ്ത്രപരമായി ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു 5ഓളം ഡിസോർഡേഴ്സ് ഉണ്ട്. ഒന്ന് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, രണ്ടാമത് മൂഡ് ഡിസോർഡർ ആണ്, 3 ആങ്സൈറ്റി ഡിസോർഡർ ആണ്, 4 സൈക്കോട്ടിക് ഡിസോർഡർ ആണ്, 5 ഡെലൂഷണൽ ഡിസോർഡർ ആണ്. അതിൽ തന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നിടത്ത് ഒരു ആന്റി സോഷ്യൽ എലമെന്റ് ആയിട്ടുള്ള ആളുകൾ ജന്മന രൂപം കൊള്ളുന്നുണ്ട്. അപ്പൊ അവര് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണെങ്കിലും അവർക്കും ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് പോകുന്നതായി നമ്മൾ കാണപ്പെടുന്നു. മറ്റൊന്ന് മൂഡ് ഡിസോർഡർ ആണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിനകത്ത് ഡിപ്രഷൻ തന്നെ വരുന്ന ഒരു തലമുണ്ട്. അപ്പൊ അത് സങ്കടം വരുമ്പോൾ അവര് കുഴിയിലേക്ക് ആണ്ടുപോകുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ആളുകള് ഈ സങ്കടത്തേക്ക് മറികടക്കാൻ വേണ്ടി ബോധം പോകുന്നവരെ കുടിക്കുന്നവരാണ്. ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്നുള്ളതാണ് അവരുടെ ഒരു തലം. അതിൽ തന്നെ സെറോട്ടോണിൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നൊരു തലച്ചോറിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഹൈ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ സെക്സിലേക്ക് പോവുക, ഒപ്പം തന്നെ മദ്യവും അതിന്റെ കൂട്ടായിട്ട് വരാം. ആങ്സൈറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സെൽഫ് മെഡിറ്റേഷൻ എന്ന നിലയിലാണ് അവർ ലഹരി ഉപയോഗിക്കുന്നത്. സൈക്കോട്ടിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളും ലഹരി ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഒരു വിവിധ തലങ്ങളിലുള്ള സമഗ്രമായ തലം പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് കുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രതിസന്ധികളാണ്. ഒരുപക്ഷെ പാരന്റിങ് എന്ന് പറയുന്നത് വേദനിപ്പിച്ചുകൊണ്ട് ലോകത്ത് ഒരാളുടെ പോലും സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പാരന്റിങ് സിസ്റ്റം പഴയ രീതി തന്നെ പലരും അവലംബിക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ ശിക്ഷകൾ മുതൽ മാരകമായ ശിക്ഷകൾ വരെ നൽകുമ്പോൾ മാനസികമായ ആഘാതങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അവരുടെ മനസ്സിൽ വലിയ മുറിവുകൾ സൃഷ്ടിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളും അങ്ങനെ മുറിവേക്കുന്ന കുട്ടികൾക്കും ഈ തലച്ചോറിനാണ് പ്രശ്നം വരുന്നത്. അതിന്റെ വളർച്ച മുരടിക്കുകയാണ്. അവരും ഈ ലഹരിയുടെ വഴി തേടാൻ ഇടവരുന്നുണ്ട്. അപ്പോ ഒരു മെന്റൽ ഇൽനെസ്സിലേക്ക് പോകുന്ന തരത്തിലുള്ള പാരന്റിങ് തലങ്ങൾ നമ്മൾ മാറിയെടുക്കേണ്ടിയിരിക്കുന്നു. പാരന്റിങ്ങിനെ കുറിച്ച് കൂടി കുട്ടികൾ അങ്ങനെ പോകുന്നതിന്റെ
പാരന്റിങ് എന്താണ്, പാരന്റിങ്ങിന്റെ ഒരു എഫക്റ്റീവ് ആൻഡ് പോസിറ്റീവ് പാരന്റിങ്ങും കൂടി നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു തലമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മറ്റൊന്ന്, ഈ 100ഓളം മനോരോഗങ്ങളുണ്ട്. അപ്പൊ അത് ഒന്നോ രണ്ടോ ഒന്നും അല്ല. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും മനോരോഗങ്ങളിൽപ്പെട്ട ആളുകളും ലഹരിയുടെ തലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഒരു മാനസിക ആരോഗ്യ തലം കൂടി മനുഷ്യന്റെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ കോവിഡ് വന്നോടുകൂടി കുട്ടികളുടെ മാനസിക ആരോഗ്യ തലം താഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആ തലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എല്ലാ വിദ്യാലയങ്ങളിലും നമ്മൾ കൗൺസിലിംഗ് നടത്തി. ചിലർക്ക് കൗൺസിലിംഗ് മതി, ചിലർക്ക് കൗൺസിലിംഗ് മാത്രം പോലെ സൈക്കോട്ടിക് ആയിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവരെ വേർതിരിച്ച് കണ്ട് ചിലതൊക്കെ 15 വയസ്സിന് മുമ്പ് ചികിത്സിക്കേണ്ട രീതിയിലാണ്. നമ്മൾ പഠന വൈകല്യങ്ങളിൽ തന്നെ ADHD എന്നൊക്കെ പറയുന്ന വിഭാഗമുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ നേരത്തെ ചികിത്സിച്ചില്ല എങ്കിൽ അവർ വളർന്നു വരുമ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ലഹരിയുടെ വഴി തേടി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടെത്താൻ 15 വയസ്സിന് മുമ്പ് തന്നെ ഒരു സമഗ്രമായ കൗൺസിലിംഗ് തലം വിദ്യാലയങ്ങളിൽ രൂപപ്പെടുത്തി കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാനസികമായിട്ട് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ചികിത്സ ആവശ്യമുള്ളതാണെങ്കിൽ ചികിത്സ കൂടി കൊടുക്കണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ, ഞാൻ പ്രധാനമായി 5 തലം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 100ഓളം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന തലമുറയിലെ കുട്ടികളിൽ പലതരം പഠന വൈകല്യമുള്ളവരാണ്. അത് കുടുംബത്തിൽ പണ്ട് കൂട്ടുകുടുംബത്തിൽ ഉണ്ടായിരുന്ന ഹീലിംഗ് പ്രോസസ് നടക്കാതെ വന്നുകൊണ്ട് തന്നെ സർ കേൾക്കാമോ? ശരി, അഡ്വക്കേറ്റ് ചാർലി പോളാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ ലഹരിയിലേക്ക് യുവതലമുറ എത്താൻ ഉള്ള കാരണങ്ങൾ അതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പേരൻറ്റിങ് അടക്കം ഇതിലൊരു വലിയൊരു ഘടകം തന്നെയാണ്. ഒരു പേരൻറ്റിങ് എങ്ങനെയാണോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളടക്കം ഇതിനൊരു കാരണം ആയിട്ട് പലപ്പോഴും പലരും തിരഞ്ഞെടുക്കാറുണ്ട്. അത് യുവതലമുറയടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.